ലീലേ എവിടെയായിരുന്നു കാണാനില്ലല്ലോ ആള്. ആളെങ്കിൽ നന്നായി പോയി കേട്ടോ. നോക്ക് നോക്ക് നോക്ക്, ആളി ചൂടാകുന്നുണ്ട. നോക്ക് നോക്ക് നോക്ക്, ചൂടാകുന്നുണ്ട. ഓ എന്റെ കഷ്ടകാലത്തിന് കല്യാണവും കഴിച്ച്, ഓ എന്റെ ഭാര്യയെ എടേ പ്രാണേശ്വരി, ഓ തീർന്ന്. ഓ ശേ പോരാ, ഞാൻ ഉദ്ദേശത്തിന് വന്നില്ല.
എടി മണ്ടിപ്പെണ്ണെ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അത് വെറൊരു തമാശല്ലായിരുന്നോ? അതിന് നീ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ആ, ഗൗളി ശാസ്ത്രം അറിയാവുന്ന ചാത്തൻ തെങ്ങിൽ കയറി. പകുതി കയറിയപ്പം മുകളിലിരുന്നൊരു പല്ലി ചലിച്ചു. ഉടനെ ചാത്തൻ താഴോട്ടെറി. അപ്പോഴതാ താഴെ ഇരുന്ന് വേറൊരു പല്ലി ചലിക്കുന്നു. അവസാനം എന്തു പറ്റി? ചാത്തിന് മുകളിലോട്ട് കയറാനും വയ്യ, താഴോട്ട് ഇറങ്ങാനും വയ്യ. അവന്റെ പാമ്പ്. ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞു. ഈ ലോകത്തിൽ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. മറ്റൊരാൾക്കും ഇവിടെ സ്ഥാനമില്ല. നമുക്ക് 2 കുട്ടികൾ വേണം, ഒരു മോനും ഒരു മോളും. അവർ നമ്മെപ്പോലെ ഒരിക്കലും കുടിലിൽ കഴിയാനിടയാവരുത്. എന്റെ മോൻ എന്നെപ്പോലെ ഒരു വാച്ച്മാൻ ആകരുത്. അവൻ പഠിച്ച് ഒരു വലിയ ഉദ്യോഗസ്ഥനാകണം. നമ്മുടെ കുടിൽ അത് കൊട്ടാരമാക്കി മാറ്റണം. എന്റെ മോളെ പഠിപ്പിച്ച് ഞാനൊരു വലിയ നിലയിൽ കെട്ടിച്ചേക്കും. ചൊവ്വ കിടന്ന് ഉറങ്ങാഞ്ഞിട്ടല്ലേ? എന്താ പറഞ്ഞു? ഇങ്ങനെ പകൽക്കിനാവ് കാണുന്നത്. ഇത് പകൽക്കിനാവൊന്നുമല്ല, ഈ കൊച്ചു ഹൃദയങ്ങളിലെ വലിയ ആഗ്രഹങ്ങളാണ്. ഓ, ഞാൻ മറന്നുപോയി. മുതലാളി കാണണമെന്ന് പറഞ്ഞിരുന്നു. നീ വീട്ടിലേക്ക് വയ്ക്കുമോ? ഞാൻ ഉച്ച കൂണ് കഴിക്കാൻ വരാം. സങ്കല്പങ്ങളിൽ മധുര സ്വപ്നങ്ങൾ മാധുര്യമേറിയതായിരിക്കും, യാഥാർത്ഥ്യങ്ങളിലോ വെറും ദുസ്വപ്നങ്ങൾ. എന്റെ സങ്കല്പങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് തിരശീല വീണത്.
നില്ലേ നില്ലെവിടെ? മാനത്തുന്നെങ്ങാനും പൊട്ടി വീണോ, മണ്ണിന്നു താനെ മുളച്ചു വന്നോ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുന്നത്തു കൊന്നയും പൂത്ത പോലെ. എന്റെ ചേട്ടനിപ്പോഴുണ്ടായിരുന്നെങ്കിലേ ഏതാണ്ട് വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ ആയേനെ. ഓ പിന്നെ നിന്റെ ചേട്ടൻ, ഇതിലും വലിയ ചേട്ടനെ ഞാൻ മലായി കണ്ടിട്ടുണ്ട്. നിന്റെ ചേട്ടൻ ഇവിടെയെങ്ങാനോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെയെങ്ങാനോ വരുവോ? മലായിൽ ഇങ്ങനെയൊന്നും അല്ല. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആസ്വദിക്കാം. എന്താ കണ്ണുകൊണ്ടൂടെ? കാണാം, കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. ഓഹോ, അപ്പൊ മനഃപൂർവ്വമാണല്ലേ? മതിയായോ? ഇല്ല. എടാ കയ്യോ. ഇല്ലെങ്കിലോ? ആരാ ചോദിക്കാൻ? നീ ആരാ? അറിയണം അല്ലേ? ആ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്ന് കണ്ടു. സൂക്ഷിക്കണേ, കൂടുതൽ മനുഷ്യത്വം ഹൃദയത്തിനെ മുറിവേൽപ്പിക്കും. അതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. വേസ്റ്റ് കൂടുതൽ വരുന്നുണ്ടോ? കാണിക്കാം. വേണ്ട. രാജ, നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? മുതലാളി. എന്താ, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല മുതലാളി. ആ, ജോലി എത്ര കൂടുതലാണെങ്കിലും നിന്റെ ശരീരം നശിപ്പിച്ചിട്ടുള്ള ജോലി വേണ്ട കേട്ടോ. ഇല്ല മുതലാളി, ജോലി ഇല്ലാത്ത കുറവേ ഉള്ളൂ. ആ കടപ്പുറത്തെ തെങ്ങിനെല്ലാം ഒത്തുകെട്ടിക്കണമായിരുന്നു. ആ, അതെന്താ വേണ്ടെന്ന് വെച്ചാൽ നീ ജയിച്ചോളൂ. പണം എത്ര വേണമെങ്കിലും ശ്യാമളയോട് വാങ്ങിക്കോളൂ. ആ, പിന്നെ നിന്നെ വിളിപ്പിച്ചത് നാളെയോ മറ്റന്നാളോ ആ കൊപ്രാചാരനോട് അതിലെ വരാൻ പറയൂ. ശരി മുതലാളി. ആ, എന്നാ നീ പോയിക്കോ. എപ്പോഴൊരു തമാശ. കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. ഞാൻ പിന്നെ കൊച്ചുകുട്ടിയല്ലേ? അയ്യേ കൊഞ്ചാതെ. പോയി കൈ കഴുകിട്ട് വാ, ചോറുണ്ണ.
വിശേഷിച്ചു വല്ലതും? എന്ത് വിശേഷം? ചേട്ടനറിയാത്ത വിശേഷം വല്ലതും ഇവിടെ ഉണ്ടോ? എന്താ ഇത്? കഴിച്ചു നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ചോദിക്കാനുണ്ടോ എങ്ങനെയുണ്ടെന്ന്? നിന്റെ കൈ കൊണ്ട് കാഞ്ഞിരിക്കുരു കറി വെച്ചാലും എനിക്കത് കൽക്കണ്ടമാണ്. അയ്യോ, എന്ത് പറ്റി? അതോ അതോ ഒന്നുമില്ല, ചുമ്മാ. ഇന്ന് ആരോടെങ്കിലും തല്ലുകൂടിയോ? അത് കൊള്ളാം. നിന്റെ ചോദ്യം കേട്ടാ ഞാൻ ദിവസം തല്ലുകൂടാൻ നടക്കുന്നവരുണ്ടല്ലോ. അതല്ല, എന്തോ പറ്റിട്ടുണ്ട്. ആ രാഘവനില്ലേ, രാഘവൻ, ആ പൊടി ചട്ടമ്പി, അവന്റെ ചട്ടമ്പി തരം ഞാൻ അങ്ങ് തീർത്തു കൊടുത്തു. ചേട്ടൻ എന്തിനാ അവരോടൊക്കെ വഴക്കിന് പോകുന്നത്? അവനെ ഷാപ്പുകാരി പെണ്ണിനെ കയറി പിടിച്ചിരിക്കുന്നു. ഞാൻ ഈ നാട്ടിലുള്ള കാര്യം അവൻ മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടനൊരു പെണ്ണിനെ ആപത്തുനിന്ന് രക്ഷിച്ചല്ലോ, അത് മതി. പിന്നെ ചേട്ടൻ കുറച്ച് സൂക്ഷിക്കണം. ഓ, സൂക്ഷിച്ചോ. തുറക്കടാ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചു. വാ തുറക്കടാ. വേണ്ട. പൊന്നു മോനെ. തുറക്കടാ. വേണ്ട, എന്നെ പറ്റിക്കാനല്ലേ. വേണ്ട, ഇനി പറ്റിക്കില്ല. വേണ്ട, വേണ്ടല്ലോ. വേണ്ട. അതപ്പോ എനിക്ക് വേണ്ട. കഴിക്കല്ലോ, കഴിക്കില്ലേ? ആ. ഓ, പിന്നെ ഇന്നൊരു രസമുണ്ടായി. ഞാനിങ്ങോട്ട് പോരുന്ന വഴി എന്നോടടുത്ത് വഴക്കിന് വന്നു. ആര്? ആ ഒരു കുറുപ്പില്ലേ, അയാള്. ഓ, ആ കൊരങ്ങനോ? ആ, അയാള് തന്നെ. എന്റെ ചേട്ടനിവിടെ ഇല്ലാത്തത് തന്റെ നല്ല കാലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അയാളുടെ മോന്റെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ കഴിക്ക്. എന്തിനാ വിളിച്ചു പോകുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഉണ്ടാൽ അല്പം ഉറങ്ങണം എന്നാണ് പഴഞ്ചൊല്ല്. ആ, അങ്ങനെ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും നോക്കണ്ട, എനിക്ക് അല്പം ജോലിയുണ്ട്. ഓ, പിന്നെ ഒരു ജോലി, ഈ ഉച്ചനേരത്തിലെ ജോലി നീ വന്നിട്ട് പൊന്നെ. എപ്പോ ഇതുള്ളൂ വിചാരം? ഇങ്ങനെ പോണ്ടേ? എന്നാ വാ, നമുക്ക് കുറച്ച് മാ പറിക്കാം. എല്ലാം പഴുത്തു വീഴുന്നു. മാമ്പഴത്തേക്കാൾ എനിക്കിഷ്ടം. ശ്ശോ. അരുത്. ഞാൻ എന്തായി കാണുന്നത്? ഓ, എന്തൊരു സൗന്ദര്യം! ആഹാ, എല്ലിൻ പൂ പോലുള്ള മൂക്ക്, താമര മുട്ടുകൾ പോലുള്ള കണ്ണുകൾ, പനങ്കുല പോലെ നീണ്ട ഇടതൂർന്ന വാർകൂന്തൽ അഥവാ കാർകൂന്തൽ അഥവാ തലമുടി, എല്ലാം കൊണ്ടും നിങ്ങൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യധാമമാണ്. ആഹാ, മലായിൽ പോലും ഇതുപോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെന്ത് വേണം? അയ്യോ, ഒന്നും വേണ്ട. ഞാനൊരു സൗന്ദര്യ ആരാധകനാ. നിങ്ങളുടെ സൗന്ദര്യം. എന്റെ സൗന്ദര്യം ആരാധിക്കാനേ എനിക്ക് വേറെ ആളുണ്ട്. ഉണ്ടോ? സാരമില്ല, എന്റെ സൗന്ദര്യ ആരാധന കൊണ്ട് മറ്റാർക്കും ഒരു ദോഷവും വരത്തില്ല. എന്നാലേ വന്ന വഴിയും പോയാട്ടെ. ഈ പശുവിനെ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. എവിടെയാ വീട്? അതാണ് എന്റെ വീട്. നിങ്ങളെങ്ങനെ പശു ഓടും? മലായിലെ പശു ഒന്നും ഓടാറില്ല. പിന്നെ ഈ പശു ഓടിയാലും കള്ള് ഷാപ്പ് വരല്ലേ ഓടൂ. സാരമില്ല, നിങ്ങൾ എന്റെ പിന്നാലെ ഗമിച്ചുകൊള്ളൂ. അരുത് മോളെ, അരുത്. ഈ സൗന്ദര്യ ആരാധകനെ നീ വലക്കല്ലേ. അയ്യോ, 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 മലായിലെ പശുക്കളേക്കാൾ ഭയങ്കര ഓട്ടമായി ഇവിടുത്തെ പശുക്കൾ. കാലം പശുക്കൾ. എവിടെ എന്റെ പശു? ഏത് പശു? ആരുടെ പശു? നിങ്ങൾ അഴിച്ചോണ്ട് പോയ പശു. ഓ, ആ പശു അതാണ്ട് കള്ള് ഷാപ്പിലോട്ട് പോയിട്ടുണ്ട്. വരുന്ന വഴി എന്നോട് പറഞ്ഞു ഒരു കുപ്പി കള്ള് കുടിക്കണമെന്ന്.
നിങ്ങൾ ആ കള്ളുഷാപ്പിലോട്ട് ചെന്ന് ഒരു കുപ്പി കള്ളെടുത്ത് കൊടുക്ക. പിന്നെ എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ ഈ വലതുകാലം ഒടിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു. നീ എന്നെ ഒന്ന് പൊക്കി നിർത്തിയേച്ചും പോ. ഓ കരുണയില്ലാത്ത വർഗം. അയ്യോ എന്റെ കാലൊടിഞ്ഞത് തന്നെ. ചേട്ടാ മതി മാങ്ങ തിന്നത്. എന്തടാ ഇങ്ങോട്ട് പറിച്ചിട്. എന്താ ചേട്ടാ പറിച്ചിടോ? കേട്ടാ ഇപ്പടെ ചേട്ടാ കളിക്കല്ലേ, നല്ല കുട്ടിയല്ലേ. വീടല്ലേ? ഇല്ല. ഇപ്പടാ പിടിച്ചോ പിടിച്ചോ. ചേട്ടാ ചേട്ടാ ആ കുറിപ്പ് വരുന്നുണ്ട്. പൂവിതള് പോലെ മൃദുലമായ നിന്റെ ഈ കരുതലം എന്തിനു വെറുതെ സാഹസപ്പെടുത്തുന്നു? എന്നോടൊരു വാക്കുരിയാടിയിരുന്നെങ്കിൽ ഈ സൗന്ദര്യാരാധകനായ ഞാൻ ഇതിലുള്ള എല്ലാ മാമ്പഴവും കുലുക്കി പറിച്ച് കൊട്ടയിലാക്കി വീട്ടിൽ തന്നു വിട്ടാന്. ഉടനെ തന്നെ പറിക്കാം. പെറുക്കിക്കൂ, പെറുക്കിക്കൂ. കുൽക്കാൻ പോവാ. കുൽക്കുന്ന കൂടെ വല്ല കമ്പും വീഴും, ഉടനെ അതും പെറുക്കിക്കും. കുലുക്കിയിട്ടൊന്നും വീഴുന്നില്ലല്ലോ. വീഴും. നമ്മൾ തമ്മിൽ ഒരു സ്വൈരവികാരം നടത്തുമ്പോ മന്ദമാരുതൻ മന്ദം മന്ദം വന്ന് ഈ കശുമാമ്പഴം മുഴുവൻ വീട്ടിൽ തരും. അയ്യോ 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 അയ്യോ. ദൈവത്തെ ഓർത്ത് എന്നെ അടിക്കല്ലേ, ഞാൻ ചത്തുപോവേ. എന്നിൽ ഒരു ദുർവികാരമില്ലേ. ഗതികേടിന് ഞാനൊരു സൗന്ദര്യ ആരാധകനായി പോയി. അയ്യോ ക്ഷമ ചോദിക്കുന്നു. അയ്യോ എനിക്കറിയാം നിങ്ങൾ അമിതമായ സൗന്ദര്യാരാധന നിർത്തിയെന്ന്. മരിച്ച കുഞ്ഞു ജനിച്ചപ്പോൾ ഇത് തന്നെ എനിക്ക് സംഭവിച്ചു. നിങ്ങളെ രാജന്റെ അടുത്തേക്ക് പോകണം. അയാൾ നിങ്ങൾക്ക് മാപ്പ് തരും. എന്തായാലും ചേട്ടൻ ആ കുറുപ്പിനെ എങ്ങനെ ചവിട്ടണ്ടായിരുന്നു. ഞാൻ അയാളെ ചവിട്ടിയെന്നു? ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. അയാളുടെ മേത്ത് എല്ലാം ഉണ്ടോന്ന് നോക്കി, അത്ര. നോക്കിയാ കൊള്ളാം. രാജാ, ആ ഇയാളിങ്ങ് വന്നോ? വേണോ വേണോ, കയറി വാ. വാ. ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാ. ആ കാര്യത്തിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. എന്റെ മനസ്സിൽ ഒരു ദുഷ്ടവിചാരമില്ല. പിന്നെ ഞാനൊരു സൗന്ദര്യ ആരാധകനാണെന്ന് അറിയാമല്ലോ. അത് തന്നെയല്ല രാജാ, ഈ കുട്ടി നിങ്ങളുടെ ഭാര്യയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സാരമില്ല, ഞാനതെല്ലാം അപ്പോഴേ പിന്നെ താൻ വല്ല മണ്ടത്തരങ്ങൾ കാണിച്ച് വെറുതെ എന്റെ പേര് ചീത്തയാകരുത്. നമ്മുടെ മുതലാളി അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. തനിക്ക് ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അത് ശരിയായില്ലേ? അതുകൊണ്ട് ജോലിയെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്യാം. ഇനി എന്റെ ഒരു തെറ്റും വരില്ല. നമ്മുടെ മുതലാളി വളരെ നല്ലവനാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരികൾ പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോൾ അങ്ങേർക്ക് ചില ദുർവിചാരങ്ങളൊക്കെ ഉണ്ടാവുമെന്ന ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത്. മതി, നിർത്ത്. മുതലാളിയുടെ അസൂയുള്ളവർ പലതും പറയും. താനതൊക്കെ നേരെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നാട്ടുകാർ പറയുന്നത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇടോ സൗന്ദര്യ ആരാധക, താൻ വലുതും കഴിച്ചോ? അതോ ചുമ്മാ വായ നോക്കി നടക്കായിരുന്നോ? ഞാൻ രമേ, ഈ സൗന്ദര്യ ആരാധകനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അയാളുടെ വയറെങ്കിലും ആസ്വദിക്കും. വേണ്ടെന്നേ, ഞാൻ വെളിയിൽ പോയി കഴിച്ചു. വാഴ
ആ മലായി മരുന്നൊക്കെ വരുന്നു. ആ ശൃംഗരിക്കാൻ ഇങ്ങ് വരട്ടെ. ആ പിന്നെ എന്തൊക്കെയുണ്ട് അമ്മ ചേട്ടാ വിശേഷം? ആ പറയാം. ഓ ഇന്ന് കോളടിച്ച മട്ടുണ്ടല്ലോ. പറയാം. മലയാളിന്ന് വന്നേ പിന്നെ വളരെ നാളായിട്ട് ഇന്ന് നല്ല ഒരു ഊണുണ്ട്. അല്ലത് അവിടെ ആയിരിക്കല്ലേ? ഏയ് അതൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. മലയാളം ഞങ്ങൾ തവള തിന്നത്തില്ല, തവളയുടെ കാലെല്ലും. ഈ മലയാള പെണ്ണുങ്ങൾ ഞങ്ങളെക്കാൾ സുന്ദരികളാണോ കുറിപ്പേട്ടാ? അത് വല്ലാത്ത ഒരു കുടുക്ക് ചോദ്യമാണല്ലോ. ഈ മലയാളിയിലെ പെണ്ണുങ്ങൾ ഈ പർദ്ദയൊക്കെ ഇട്ട്, അയ്യോ അതെന്താ ഈ പർദ്ദ ഒക്കെ ഇട്ട് തൊടയൊക്കെ കാണിച്ച് അന്നം പോലെ അജിഞ്ചക്ക അജിഞ്ചക്ക അജിഞ്ചക്ക. എന്താ? നിന്റെ മുതലാളി വരാറായി. ചൂടുവെള്ളം എടുത്തു വെക്കും. ശരി കൊച്ചമ്മേ. ശ്രുതിയിലതിലെ കിളികൾ പാടുമ്പോഴും മനസ്സേ ആ നല്ല ഗാനാമൃതം നുകരൂ ശൃംഗാര പഞ്ചാമൃതം ലഹരി നുറയും പ്രളയദേവാമൃതം. കിരണങ്ങൾ കടലിനുരലാകെ രവിതലോടും തിരകൾ തുളയും രവി വിനോദങ്ങളിൽ കുളിരേ തൂമഞ്ഞു തൂകാൻ വരും നിഴലേ നീ വന്നു
തരൂ മദനരസമേളം മിഥുന കേളിലയം നീരാഴിയും പൂമാനവും നിറസഞ്ജയിൽ ഉണരും വേളയിൽ നിറയും ഉന്മാദമേ അവിടെ നിക്ക്. മുല്ലപ്പൂ പറിക്കുന്നത് പോലെ റോസാപ്പൂ പറിക്കാൻ ശ്രമിക്കണ്ട കേട്ടോ, അതിൽ മുള്ളുണ്ട്. വേലായുധ, വേലായുധ, വിളിച്ചായിരുന്നു? വിളിച്ചു, നിന്നെയല്ല. അയ്യോ, ഇതെന്ത് പറ്റിയെന്ന്? ഇന്നിപ്പോ ഇങ്ങനെയാ. ഈശ്വര, നീ ഒന്ന് സംസാരിക്കാതെ പോകാവൂ. ആ വേലായുധനോട് ഇങ്ങോട്ട് വരാൻ പറയും, വിസ്കി എടുത്തിട്ട്. സോഡ വേണ്ടടാ, അത് വെച്ചിട്ട് പോ.
ശ്യാമളെ, നീ എന്താ ആലോചിക്കുന്നത്? എല്ലാം എനിക്കറിയാം. നിനക്ക് ഒരമ്മയാകാൻ കഴിയില്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നീ ഒരിക്കലും ദുഃഖിക്കരുത്. നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. കെട്ടും ചുട്ടി ഊരങ്ങു പെണ്ണി അയ്യോ അയ്യോ എന്റെ കാല് കാല് എന്റെ മാല് കാല് അയ്യോ വേദനെടുത്തിട്ട് അയ്യേ അയ്യോ കാല് അയ്യോ കാല് അയ്യോ അയ്യോ കാല് വേദനെടുത്തിട്ട് അയ്യോ കാല് പൊട്ടി അയ്യോ അയ്യോ കാല് എല്ലോടിഞ്ഞു അയ്യോ നടു വേദനെടുത്തിട്ട് അയ്യാ അയ്യോ ഒരു കാല് അയ്യോ ഭയങ്കര ഓ ഭയങ്കര എന്താ ചേട്ടാ മുതലാളി, ഇതാ ഞാൻ പറഞ്ഞ ആള്. എന്റെ സ്വന്തക്കാരനാ. ഓഹോ, എന്താ അയാളുടെ പേര്? ഭദ്രൻ. ഓഹോ, എല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വളരെ വിശ്വസ്തനാണ്. എന്ത് ജോലി അറിയാം? ഏൽപ്പിക്കുന്നത് എന്തും ചെയ്യും. ശരി, ഇയാൾ പോയിട്ട് വൈകിട്ട് വരട്ടെ. വേലായുധ, വാ. നീ എന്നിട്ട് താമസിച്ചത്? കൊച്ചിന് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ താമസിച്ചത്. ആ ചെല്ല്. ആശുപത്രി കൊണ്ടുപോയില്ലേ? അല്ല നീ പോയിക്കോ, നാളെ വന്നാ മതി. ആശുപത്രി കൊണ്ട് ഇപ്പൊ കുറവുണ്ട്. വാസനത്തൈലം നിന്റെ വാർന്നെത്തി തടത്തിനെന്തിന് സിന്ദൂരത്തിലകം സിന്ദൂരത്തിലകം. കണ്ടോ, തന്റെ കൂട്ടുകാരനെ കണ്ടോ? കുടിച്ച് ലക്കില്ലാതെ പോവാ. താൻ പറഞ്ഞിട്ടല്ലേ മുതലാളി അവനെ ജോലിക്ക് വെച്ചത്? ഇവൻ കുടിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആട്ടെ, ഇയാൾ ഇങ്ങനെ ആയാൽ ജോലി ശരിക്ക് ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, മുതലാളി പറഞ്ഞു നിന്നോട് ഇന്ന് രാത്രി പോയി അവനെ ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇപ്പൊ അവനോടൊന്നും പറയണ്ട. ലീലേ, ആ കുറിപ്പ് ഇവിടെ നിന്നല്ലേ ഇപ്പൊ പോയത്? അതെ. അയാൾ എന്നും ഇവിടെ കുടിക്കാൻ വരാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ. എന്താ രാജേട്ടാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മുമ്പൊക്കെ രാജേട്ടനെ കാണുമ്പോ എനിക്ക് പേടിയായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചേട്ടൻ എത്ര നല്ലവനാണെന്ന്.
മനസ്സിലായി, ഇങ്ങോട്ട് വന്നേ. ഷോ, സമ്മതിക്കില്ല. നിങ്ങൾ ആരാ? പുറത്തു പോ. ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ? ആ കാണുന്ന മരത്തിനോടും ചെടിയോടും പൂവിനോടും ഒക്കെ ചോദിക്കും, അവര് പറയും. അല്ലെങ്കിൽ വേണ്ട, എന്റെ മോന്റെ കുഴിമാടത്തില് മണൽത്തരികളോട് ചോദിച്ചാ മതി. മോനോ? എന്റെ മോൻ മരിച്ചു. അയ്യോ, നിങ്ങൾ കരയണ്ട. എനിക്ക് പൈസ താ, ഞാൻ കരയില്ല. ഇന്നാ, ഇനിപ്പോ നിങ്ങൾ എന്നെ വെറുക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നിനക്ക് പൈസ വേണം? എന്റെ ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മുതലാളി. ശരി, ഈ പൈസ തരുന്നതിന് പകരം നീ എനിക്കെന്ത് തിരിച്ചു തരും? എനിക്കെന്ത് തരാൻ കഴിയും മുതലാളി? ഞങ്ങൾ പാവങ്ങളല്ലേ. ഓഹോ, ആ രമേ, എനിക്ക് തിരിച്ചു തരാനുള്ളത് നിന്റെ കയ്യിലുണ്ട്. രമേ, ഇതാ എന്റെ ഭർത്താവ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. വേണ്ട കൊച്ചമ്മേ, കൊച്ചമ്മന്റെ വേദന എനിക്ക് മനസ്സിലായി. എങ്കിലും ഈ പണം എനിക്ക് വേണ്ട. ഇതിരിക്കട്ടെ രമേ. വേണ്ട കൊച്ചമ്മേ, നിന്റെ ചേട്ടന് വേണ്ടിയല്ലേ. രമേ, അദ്ദേഹം പറഞ്ഞ ഒന്നും ലോകത്ത് ആരും അറിയരുത്. ഇല്ല. ചേട്ടാ, എനിക്ക് നമുക്ക് ആശുപത്രി പോവാം. ഡോക്ടർക്ക് അവിടെ വലിയ തിരക്കാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നെ. വാ. പിന്നെ കൊച്ചമ്മ ഡോക്ടറെ കാണാൻ കുറച്ച് പൈസ നീ വെച്ചേക്ക്. എനിക്ക് യാതൊരു അസുഖമില്ല. ഒരു ഡോക്ടർ, എനിക്ക് മരുന്ന് വേണ്ട, ഡോക്ടർ വേണ്ട. ഇപ്പൊ തന്നെ എനിക്ക് കുതിരയുടെ ശക്തിയാണ്. പിന്നെ തെളിയിക്കട്ടെ? മിണ്ടാതെ അടങ്ങിയിരുന്നാ മതി. അത് പറയാൻ പറ്റില്ല, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. നീ കഴിച്ചു. നീ ഒരു മനുഷ്യനാണോ? ഞാൻ പിന്നെ എന്താ, മൃഗമാണോ? അതെ, നീ ഒരു മൃഗമാണ്. നിനക്ക് തെറ്റുപറ്റിപ്പോയി. പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ കാണുന്നു, പിടിച്ചടക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ജീവിക്കുന്നു. എന്തു സുഖം, എന്ത് ജീവിതം! നിന്നെ സ്നേഹിച്ച, വിശ്വസിച്ച, ആരാധിച്ച നിഷ്കളങ്കരായ പെൺകുട്ടികളെ നശിപ്പിക്കുന്നതാണോ സുഖം? നീ ഒരു മനുഷ്യനല്ല, രക്തരക്ഷസ. നീ അനുഭവിക്കും, ഓരോന്നോരോന്നായി അനുഭവിക്കും. ഓ, അനുഭവിക്കും. നിനക്കറിയുമോ, ഞാൻ ആസ്വദിക്കും, ജീവിതം ആസ്വദിക്കും.
നോക്ക്, ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നാ എല്ലാവരും പറയുന്നത്. എനിക്കൊരു തെറ്റ് പറ്റി. സാരമില്ല, ഇന്ന് എന്റെ മോന്റെ പിറന്നാളാണ്. എനിക്ക് കുറച്ച് പൈസ താ. ഇവിടെ പൈസയൊന്നുമില്ല, നീ പോ. തരില്ലല്ലേ? നടന്നു പോകാനാ പറഞ്ഞത്. വേണ്ട, എന്റെ മോന് ഒരച്ഛനുണ്ടാവില്ല, പക്ഷേ അവന് ഒരമ്മയുണ്ട്. ആ അമ്മയുണ്ട്. ആരാ അത്? ആർക്കറിയാം, ഏതോ ഒരു ഭ്രാന്തി. ഈ സ്നേഹം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അപ്പോ നമ്മുടെ വിവാഹം കഴിഞ്ഞാലത്തെ സ്ഥിതിയോ? അപ്പൊ ഞാൻ മുഴുവൻ ഭ്രാന്തിയായിരിക്കും. എല്ലാം എന്റെ ഭാഗ്യം. രജനി, ഇതെന്നും നിലനിൽക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. അതെന്താ രജനി, ഇനിയും നിനക്കെന്നെ വിശ്വാസമായിട്ടില്ലേ? അങ്ങ് എത്രയോ വലിയവനാണ്. എന്റെ നില അതാണോ? ഈ ഭാഗ്യം എനിക്ക് വിധിച്ചതാണോ എന്നാ എന്റെ പേടി. രജനി, പണത്തിന്റെ കാര്യത്തിലല്ലേ നിനക്ക് കുറവുള്ളൂ? നിനക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ? സൗന്ദര്യമില്ലേ? പിന്നെ സ്നേഹത്തിന്റെ കാര്യത്തിൽ നീ എന്റെ മഹാറാണിയല്ലേ? ഓ കമോൺ, നീ ബഹളം വയ്ക്കാതെ കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ കേട്ടത് ശരിയാണോ? എന്ത് കേട്ടത്? അങ്ങയുടെ വിവാഹകാര്യം. ഓ ഓ, അതാണോ? അത് ശരിയാ. എന്നെ ഈ നിലയിലാക്കിയിട്ട് അങ്ങക്കിത് പറയാൻ എങ്ങനെ കഴിഞ്ഞു? ഏത് നിലയിൽ? ഇതാരുടെ കുഞ്ഞാണ്? അങ്ങയുടെ കുഞ്ഞല്ലേ? എന്റെ ഈശ്വര, അത് ഈശ്വരനോട് ചോദിക്കണം. എന്നെ ചതിക്കരുതേ. ഞാൻ എവിടെ പോകും? ഞാൻ എവിടെ പോകും? വിടാൻ വിടാനാ പറഞ്ഞത്. എന്താ ഇത്ര വലിയ ആലോചന? ഓ ഒന്നുമില്ല, നീ പോയിക്കോ. അല്ല, ഇന്നെന്തത്ര നേരത്തെ? എന്റെ ഭാര്യ പെട്ടെന്നൊന്ന് കാണുമെന്ന് തോന്നി. ആ, അങ്ങനെ എപ്പോഴും ഭാര്യയെ കണ്ടോണ്ടിരുന്നാ മതിയല്ലേ? ജോലിയൊന്നും ചെയ്യണ്ട. ഓ, ജോലി, വലിയ ജോലി. അതിരിക്കട്ടെ, ഇന്നെന്താ പതിവില്ലാത്ത മാതിരി ഒരു സന്തോഷം? എന്റെ ചേട്ടനുള്ളപ്പോ എനിക്കെന്താ സന്തോഷിച്ചൂടെ? അതോ ഇനി വല്ല മാങ്ങയോ പുളിയോ? ഓ ശരി, ഞാൻ ചുമ്മാ എന്നോളാം. ഏയ് ചേട്ടാ, ഈ വാഴയ്ക്ക് കൂടെ വെള്ളം. നീ എന്തിനാ വാഴ കൊണ്ട് അതേപോലെ ചെയ്യാം? കൈ ചേട്ടാ. അല്ല, ഇതിനാണ് എന്നെ ഇത്ര പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നത്. നെഞ്ചുവേദന എങ്ങനെയുണ്ട്? അതൊക്കെ അപ്പോഴേ പോയില്ലേ. പിന്നെ നമുക്ക് ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കണം. ഭാസ്കർ, നല്ല പേരൊന്നും കിട്ടുന്നില്ലോ. വിദ്യാധരൻ, പഴയ പേര് കളിച്ചു. വീണ്ടും പകൽക്കിനാവ് കാണായിരിക്കും. നിനക്കിത് പകൽക്കിനാവായിരിക്കും, പക്ഷെ എനിക്കല്ല. നമുക്കിത് യാഥാർത്ഥ്യമാക്കാം. നമുക്കുണ്ടാകുന്ന മോന് മുതലാളി കൊണ്ട് പേരെടുപ്പിക്കാം. വേണ്ട, അത് വേണ്ട. എന്താ?
നീ കരയാണോ? എന്തിനാ കരയുന്ന? ഒന്നുമില്ല. വെറുതെ നീ കരയാറില്ലല്ലോ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മുടെ മോനെ രാജേട്ടൻ പേരിട്ടാ മതി. ഓഹോ, ശരി, സമ്മതിച്ചു. അത്രയല്ലേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. പേരിടെ നമുക്ക് മോൻ വേണ്ടേ? വാ, ശ്രമിച്ചു നോക്കാം. ഓരോ ജന്മദിനം കഴിയും തോറും ഓരോ കുട്ടിക്ക് ഓരോ കൂടുന്നു. എന്നാൽ എന്റെ ഓർമ്മയിൽ നിനക്കെന്നും ഒരേ വയസ്സ് മാത്രം. അത് കണ്ടോ എന്റെ മോൻ എത്ര സുഖമായിട്ട് ഉറങ്ങുന്നെന്ന്. നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും എന്റെ മോന്റെ പിറന്നാൾ ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. എന്നെ കൊണ്ടത് സാധിക്കില്ലെന്ന് നിങ്ങൾ കരുതി അല്ലേ? അശ്രീകരം. വഴിമുടക്കാൻ വന്നു നിൽക്കുന്നു. മാറി നിൽക്കാൻ. മാറി നിൽക്കാനല്ലേ പറഞ്ഞു. നീ കിടന്നുറങ്ങിക്കോ, ഞാനിപ്പോ വരാം. ഈ പാതിരാത്രിക്ക് എവിടെ പോകുന്ന? ആ തോട്ടമൊക്കെ ഒന്ന് നോക്കണം. കുറുപ്പ് ശരിക്കും നോക്കുന്നില്ലെന്നാ പരാതി. എനിക്ക് പേടിയാവുന്നു ചേട്ടാ. പേടിയോ? എന്റെ ഭാര്യയ്ക്ക് പേടിയോ? മോനെ, എന്റെ പേര് കേട്ടാ മതി, ആളുകൾ തെറിക്കും. അയൽപക്കം പോലും ഇല്ലാത്താണ് നമ്മളുടെ കുടില്. ചേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ. ഇനി നീ അങ്ങനെ പറയരുത് രമേ. ഈ കുടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന കാലത്ത് വെച്ച കുടിലാണ്. അവർ മരിച്ചതും ഇവിടെ വെച്ച് തന്നെ. എന്തു തന്നെ വന്നാലും നമ്മൾ ഈ കുടിൽ തന്നെ കഴിയണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ധൈര്യമായിട്ടിരിക്കും. ഓ, എന്തൊരു തണുപ്പ്! അയ്യോ, ഓ, ഒടുക്കാത്ത തണുപ്പ്. വലിക്കാനാണ് ഒരു ബീഡി പോലും ഇല്ല. മലയിലാണ് തണുപ്പേ ഇല്ല. വെള്ളക്കായോ? എടാ വെള്ളക്കായേ, നിന്നെക്കാൾ വലിയവനാണ് തേങ്ങ. അവൻ വീണിട്ട് ഞാൻ പേടിച്ചിട്ടില്ല, മനസ്സിലായോ? എടാ കള്ളന്മാരെ, ഇട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒച്ച ഉണ്ടാക്കാതെ ഇട്ടുകൊണ്ട് പോ. നിന്റെ ഒന്നും പറയാൻ നടക്കാനേ എനിക്ക് നേരമില്ല. അയ്യോ, എടാ കാലമാടാ, നീ ആയിരുന്നു. പേടിച്ചു പോയല്ലോ. ഓ, എന്റെ ജീവൻ എടുത്തു പോയി. ആട്ടെ, പുതുപ്പണ്ണിനെ തനിച്ചാക്കിയിട്ട് നിനക്ക് ഇവിടെ തന്നെ കാര്യം. ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ അർത്ഥമുണ്ട്. എന്റെ ഭാര്യ അങ്ങ് മലായില, അവിടെ സായിപ്പ് കീപ്പ് ചെയ്യുക. രാത്രിയിൽ നിങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ. ഒന്ന് ചുറ്റിയടിക്കാമെന്ന് കരുതി. മാത്രമല്ല, മോഷണമൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഈച്ച പോലും ഇതിലേ വരത്തില്ല. ജീവനിൽ കൊതിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എന്തായാലും എന്റെ പൊന്നുമോൻ അങ്ങ് പോകും. ആ പോ. ആ പെണ്ണിനെ തനിച്ചാക്കിയിട്ട് നീ വെറുതെ ഇതിലെ ചുറ്റിക്കറങ്ങി നടക്കരുതേ. ആ പിന്നെ ചുമ്മാതങ്ങ് പോയാ പോരാ. ഞാൻ ഇന്ന് മുതല് കണക്ക് കൂട്ടും. എനിക്ക് ഒരു മരുമകനെ വേണം.
രാഘവനെ അടിച്ചു അല്ലേ? പോക്കൃത്തിൽ ആരെ കാണിച്ചാലും അവനെ അടിക്കും. ഓ, നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു ദിവ്യൻ. അവന്റെ ഒരു മീശി. നീ എത്ര വിളിച്ചാലും നിന്റെ ചേട്ടൻ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ കണ്ടു ആ സംഭവം നല്ലപോലെ ഞാൻ കണ്ടു. അന്ന് അയാൾ മുതലാളിയുടെ വീട്ടിൽ കുടിച്ചിട്ട് വന്ന് മുതലാളിയോട് 1000 രൂപ ചോദിച്ചു. മുതലാളി കൊടുത്തില്ല. ഉടനെ അയാൾ അവിടെ കിടന്ന സ്റ്റൂൾ എടുത്ത് മുതലാളിയോട് തലക്കടിച്ചു. തടുക്കാൻ ചെന്ന എന്നെയും അടിച്ചിട്ടിട്ട് അയാൾ ഓടിക്കളഞ്ഞു.
തെന്നൽ മാനൊത്ത പെണ്ണിൻ മീനൊത്ത കണ്ണിൽ ചേലൊത്ത നാണത്തിൻ തില്ലാന മാനൊത്ത പെണ്ണിൻ മീനൊത്ത കണ്ണിൽ ചേലൊത്ത നാണത്തിൻ തില്ലാന അങ്ങനെ പറയാതെ അനിയത്തി, അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താണ് ഉണ്ടായത്? ഏതോ സംശയത്തിന്റെ പേരിൽ നിന്റെ ചേട്ടനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. സത്യം എന്താണെന്ന് അറിയുമ്പോ അവനെ അവർ വെറുതെ വിടും. ഉണ്ടായ സംഭവങ്ങളൊക്കെ